ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ ആക്രമണം നടത്തുമെന്ന ഭീഷണി ഇസ്രയേൽ നടപ്പിലാക്കിയാൽ പ്രത്യാഘാതം കഠിനമായിരിക്കുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. ഇസ്രയേൽ സൈന്യം ബെയ്റൂട്ടിൽ ആക്രമണം നടത്തിയാൽ ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് ഇറാന്റെ സെൻട്രൽ മിലിറ്ററി കമാൻഡ് വടക്കൻ ഇസ്രയേലിലെ താമസക്കാർക്ക് നിർദ്ദേശം നൽകി. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA പുറത്തുവിട്ട പ്രസ്താവനയിൽ ഖാത്തം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് കമാൻഡാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ബെയ്റൂട്ടിലെ ദാഹിയയിലുള്ള ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രയേൽ സൈന്യം ആവശ്യപ്പെട്ടതിനുള്ള മറുപടിയായാണ് ഇറാന്റെ ഈ പുതിയ നീക്കം. ഇസ്രയേൽ ഭരണകൂടം വെടിനിർത്തൽ വ്യവസ്ഥകൾ ആവർത്തിച്ച് ലംഘിക്കുകയാണെന്ന് ഇറാൻ കുറ്റപ്പെടുത്തി. ഇസ്രയേൽ തങ്ങളുടെ ഭീഷണി നടപ്പിലാക്കുകയാണെങ്കിൽ വടക്കൻ മേഖലകളിലും അധിനിവേശം നടത്തിയ പ്രദേശങ്ങളിലെ സൈനിക താവളങ്ങൾക്ക് സമീപവും താമസിക്കുന്ന ഇസ്രയേലികൾക്ക് ജീവഹാനി സംഭവിക്കാതിരിക്കാൻ അവർ എത്രയും വേഗം അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ് ഇറാൻ കമാൻഡ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ബെയ്റൂട്ടിന് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയാൽ വടക്കൻ ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് വൻതോതിലുള്ള പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന സൂചനയാണ് ഇറാൻ ഇതിലൂടെ നൽകുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പോരാട്ടം കൂടുതൽ ശക്തമാകുന്നതോടെ പശ്ചിമേഷ്യ വീണ്ടും കടുത്ത യുദ്ധഭീതിയിലാണ്. ഇതിനിടെ ലെബനനിലെ ഇസ്രയേൽ സൈന്യത്തിന്റെ കടന്നുകയറ്റത്തിൽ പ്രതിഷേധിച്ച് അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകൾ ഇറാൻ പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ്. മധ്യസ്ഥർ മുഖേന US-ഉമായി നടത്തിവന്നിരുന്ന ചർച്ചകളും രേഖകളുടെ കൈമാറ്റവുമാണ് ഇറാൻ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നതെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തു. വെടിനിർത്തലിനുള്ള പ്രധാന വ്യവസ്ഥകളിൽ ഒന്നായിരുന്നു ലെബനൻ അതിർത്തിയിലെ സമാധാനമെന്നും എന്നാൽ ഇസ്രയേൽ എല്ലാ മുന്നണികളിലും ഇത് ലംഘിച്ചതായും ഇറാൻ കുറ്റപ്പെടുത്തി. ഗാസയിലെയും ലെബനനിലെയും ഇസ്രയേലിന്റെ യുദ്ധം അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും ലെബനനിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പൂർണ്ണമായും പിന്മാറണമെന്നുമാണ് ഇറാന്റെ ആവശ്യം. ഇക്കാര്യങ്ങളിൽ ഇറാന്റെയും മറ്റു പ്രതിരോധ സംഘടനകളുടെയും നിലപാടുകൾ അംഗീകരിക്കുന്നതുവരെ യാതൊരുവിധ ചർച്ചകൾക്കും തയ്യാറല്ലെന്ന് ഭരണകൂടം വ്യക്തമാക്കി. തങ്ങളുടെ സമുദ്ര സുരക്ഷയും സൈനിക ശേഷിയും കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് ഇറാൻ പുതിയ അതിവേഗ ആക്രമണ ബോട്ട് പുറത്തിറക്കി. 27 റജബ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ അത്യാധുനിക ബോട്ട് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഫാർസ് ആണ് ലോകത്തെ അറിയിച്ചത്. തെഹ്റാനിലെ പ്രശസ്തമായ ഇൻഖലാബ് സ്ക്വയറിൽ നടന്ന ഔദ്യോഗിക ചടങ്ങിലായിരുന്നു ഇതിന്റെ പ്രകാശനം. കടലിൽ അതിവേഗ ആക്രമണങ്ങൾ നടത്താൻ ശേഷിയുള്ളതാണ് 27 റജബ്. ദീർഘദൂര ക്രൂയിസ് മിസൈലുകൾ തൊടുക്കാനുള്ള അത്യാധുനിക സജ്ജീകരണങ്ങളും ഇതിലുണ്ട്. ഇറാന്റെ സമുദ്ര പ്രതിരോധ രംഗത്തെ പുതിയ കരുത്തിന്റെ പ്രതീകമായാണ് ഈ യുദ്ധക്കപ്പലിനെ സൈന്യം വിശേഷിപ്പിക്കുന്നത്. മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങളും സംഘർഷങ്ങളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇറാന്റെ ഈ പുതിയ സൈനിക നീക്കം ഏറെ പ്രാധാന്യത്തോടെയാണ് അന്താരാഷ്ട്ര സമൂഹം നോക്കിക്കാണുന്നത്. തങ്ങളുടെ നാവിക കരുത്ത് വർദ്ധിപ്പിക്കുന്നതിലൂടെ സമുദ്രാതിർത്തികളിൽ വ്യക്തമായ മേധാവിത്വം ഉറപ്പാക്കാൻ ഇറാന് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം ഇറാനെതിരെ ഭീഷണിയുമായി വീണ്ടും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ഇറാനുമായി ഒരു വലിയ കരാർ ഉണ്ടാക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്നും അത് സാധ്യമായില്ലെങ്കിൽ സൈനിക നടപടിയിലൂടെ കാര്യങ്ങൾ അവസാനിപ്പിക്കുമെന്നുമാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാനുമായുള്ള ചർച്ചകളിൽ തനിക്ക് യാതൊരു തിടുക്കവുമില്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം US-ന്റെ താൽപര്യങ്ങൾ സാവധാനത്തിൽ നടപ്പിലാക്കി വരികയാണെന്നും കൂട്ടിച്ചേർത്തു. ഇറാൻ ഭരണകൂടത്തെ വളരെ കഠിനമായ ചർച്ചക്കാർ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. എങ്കിലും ഒരു യുദ്ധത്തേക്കാൾ കരാറിലെത്താനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇക്കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞത്. ലെബനൻ യുദ്ധത്തിൽ നിന്ന് ഇസ്രയേലിനെ തടഞ്ഞില്ലെങ്കിൽ സമാധാന ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് ഇറാന്റെ വാദം. സമാധാന ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ ഉടൻ തന്നെ ഹോർമൂസ് കടലിടുക്ക് അടക്കുമെന്നും മധ്യസ്ഥരിലൂടെയുള്ള സന്ദേശ കൈമാറ്റം അവസാനിപ്പിക്കുകയും ചെയ്യും. പിന്നാലെ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി പാക് വിദേശകാര്യമന്ത്രിയും പട്ടാള മേധാവിയും കൂടിക്കാഴ്ച നടത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.